വെൽക്കം ടു ആൾമാസ്റ്റർ ഹാഷ്ടാഗ് അദ്വൈത്. അപ്പൊ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് നാറൂട്ടോ അൾട്ടിമേറ്റ് നിഞ്ച സ്റ്റോൺ ആണ്. അപ്പോൾ നമ്മൾ ബ്രദേഴ്സ് തമ്മിലാണ് ഇന്ന് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. സാസ്കെ ഉച്ചിഹ വേഴ്സസ് ഇറ്റാച്ചി ഉച്ചിഹ. അപ്പൊ നമ്മൾ ഇറ്റാച്ചി ആയിട്ടാണ് കളിക്കാൻ പോകുന്നത്. നമുക്ക് ഇറ്റാച്ചിയുടെ ടീമിൽ കിസാമേനെയും പിന്നെ കക്കാഷി ഹട്ടാക്കേനെയും ചേർക്കാം. 2 ഷെറിംഗൻ യൂസേഴ്സും ഒരു അക്കാസുക്കി മെമ്പറും, 2 അക്കാസുക്കി മെമ്പറും 2 ഷെറിംഗൻ യൂസേഴ്സും. കക്കാഷിനെ നമുക്കിന്ന് ഫൈൻഡ് ചെയ്യണമല്ലോ. കക്കാഷിന്റെ there is കക്കാഷി കക്കാഷി ഹട്ടാക്കി. നമുക്ക് കക്കാഷിക്ക് ലൈറ്റ്നിങ് ബ്ലേഡ് തന്നെ കൊടുക്കാം. ഇസാമയ്ക്ക് ലൈറ്റ്നിങ്ങിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ അങ്ങനെ സാസ്കെ ഉച്ചിഹയുടെ ടീമിലേക്ക് ചേർക്കാൻ പോകുന്നു വൺ ആൻഡ് ഓൺലി ഹാഷിറാമ സെഞ്ചു. ഹാഷിറാമ സെഞ്ചുവിനെയാണ് നമുക്ക് ചേർക്കുന്നത്. ഹാഷിറാമ സെഞ്ചുവും നാറൂട്ടോ ഉസുമാക്കി ബ്രോ, അങ്ങനെ 2 പേർക്ക് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഡീമൺ വിൻബു അതുപോലെ. അങ്ങനെ ഗായ്സ് ഇപ്പൊ നമ്മള് ഫൈറ്റിംഗ് ഫീൽഡ് വാങ്ങണം. മറ്റേ ഇത് വേണ്ട, ദ ഫോറസ്റ്റ് ഓഫ് ഡെത്ത് ഗൈസ്. നമുക്ക് അതങ്ങ് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വേഴ്സസ് തുടങ്ങിയിരിക്കുന്നു. നമുക്ക് നോക്കാം ആര് ജയിക്കുമെന്ന്. അങ്ങനെ ഇതെന്ത് പോയിട്ട് ഗെഞ്ചിറ്റ്സു വരുന്നെന്ന് തോന്നുന്നു. അതിൽ പെട്ടാൽ മാത്രമേ ഗൈസ് സാസ്കയുടെ പവർ നോക്കിക്കേ ഗൈസ്. സൂപ്പർ അടിയ. ഇങ്ങനെ പോയി ഇറ്റാച്ചും ഗൈസ്, നമ്മൾ പൊട്ടും. നമുക്ക് അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. ഇല്ലായിരുന്നെങ്കിൽ നമ്മളിപ്പം ഇടുക്കനായിട്ട് കളിച്ചേനെ. ഇറ്റാച്ചിയുടെ ഒരു ചുണ്ട ആവശ്യമൊന്നും പറ്റിയില്ല. ഇറ്റാച്ചി ക്ലോൺ സബ്സ്റ്റിറ്റ്യൂഷൻ ജിറ്റ്സു. ഗെൻജിറ്റ്സുലാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇച്ചിരിയും കൂടെ സൂപ്പർ ആയിരുന്നു ഗൈസ്. സാസ്കെ അടിച്ചോണ്ടിരിക്കുകയാണ്. സാസ്കയുടെ പവർ ഫുള്ളി, അവന്റെ ചക്രാസ് ഫുള്ളും കൂടെ ഒരുമിച്ച് ചേർക്കാൻ പോകുന്ന അവസ്ഥയായി. സാസ്കയുടെ അപ്പുറത്ത് കുറച്ച് തീ കിടന്ന് കത്തുന്ന കൂട്ടത്തിരില്ലേ, അതിന്റെ മണ്ടക്കയിലേക്ക് ആവുകയാണെങ്കിൽ സാസ്കയ്ക്ക് അവന്റെ അവന്റെ ഫുൾ ചക്ര ബേസും ഒരുമിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ മോനെ ചത്ത് ഇറ്റാച്ചിക്കാവരടണം. അല്ല, സാസ്കെ അതെടുത്ത് നമുക്ക് എന്നാലും ഒന്ന് ഫൈറ്റ് ചെയ്യാൻ നോക്കാം. ഇതിനകത്ത് ബ്ലോക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് ഇച്ചിരി പഠിക്കണം. നമ്മൾ കിസാമയും കക്കാഷിനെ ഒക്കെ യൂസ് ചെയ്തിരുന്നു. ഈ ഗെയിം എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്കറിയണോ ഗൈസ്? എന്നാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID എടുത്ത് നോക്കിയാൽ മതി. അതിനകത്ത് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു 2K വ്യൂസും 100 ലൈക്കും തരുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഞാൻ അയച്ചു തരുന്നതാണ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ നിങ്ങൾക്കിത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇതിന്റെ പോസ്റ്റ് ഇടാൻ ഗൈസ്. നിങ്ങൾക്ക് ഞാൻ എടുക്കാനും പറ്റും ഗൈസ്. എത്ര നോക്കിയിട്ടും പറ്റുന്നില്ലല്ലോ. നമ്മൾ ചത്തു. പറ്റുന്നില്ല. സാസ്കെ പൊട്ടിക്കാൻ പറ്റിയില്ല നമുക്ക്. 4 എണ്ണം വിടുന്നില്ല. സെക്കൻഡ് മാച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. സാസ്കെ എന്റെ പൊന്നെ, സാസ്കെ മറ്റേ ഒറോച്ചിമാറു സീല്. അയ്യോ, നമ്മുടെ പാതി ഹാർട്ട് പോയി ഗൈസ്, പാതി ഹെൽത്ത് പോയി. നിങ്ങൾക്ക് ഇതിന്റെ സ്റ്റോറി മോഡ് ഗെയിം വേണോ ഗൈസ്? എന്നാലും കമന്റ് ചെയ്യൂ, നമ്മൾ ചെയ്യാൻ നോക്കാം. ഇത് കഴിഞ്ഞ് ഞാൻ സ്റ്റോറി മോഡിന്റെ വീഡിയോ ഇടാൻ നോക്കാം. അപ്പൊ നമുക്ക് ഇപ്പം ബ്ലോക്ക് ചെയ്യുന്ന ചെറുതായിട്ട് ഞാൻ പഠിച്ചു കേട്ടോ. പക്ഷെ എന്നാലും ഗുണം വന്നില്ല. ഗുണമില്ല. ഈ കളി എന്തായാലും ജയിക്കും ഗൈസ്. ബ്ലോക്ക് ചെയ്ത് അങ്ങനെ
ഇറ്റാച്ചി മാസ് മാസ്. ഓ ഇറ്റാച്ചിയുടെ ഓരോ അടികളിലും ഓരോ പവറായിരുന്നു ഗൈസ്. അപ്പൊ ഇറ്റാച്ചി സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് നമ്മള് കിസാമയും കക്കാഷി ഓഫ് ദ ഷെറിംഗൻ യൂസ് ചെയ്യുന്നുണ്ട്. കോപ്പി നിഞ്ച കക്കാഷി ഹട്ടാക്കി. ഓ ദ ക്ലാൻ കില്ലർ ഇറ്റാച്ചി ഉച്ചിഹ. നമ്മൾ അങ്ങനെ ലാസ്റ്റ് ഉച്ചിഹനെ തീർക്കാൻ നോക്കുകയാണ് ഗൈസ്. ഓ അത് പറ്റുന്നില്ല. പറ്റുന്നില്ല ഗൈസ്. നമുക്ക് നോക്കാം. ഇപ്പം സാസ്കയുടെ ഹെൽത്ത് ഇച്ചിരി നന്നായിട്ട്. ഓ ഈക്വൽ അല്ല, സാസ്ക ഇപ്പം ചാവും. ഓ ഗൈസ് സബ്സ്റ്റിറ്റ്യൂഷൻ. സാസ്കെ കിൽഡ് ബ്രോ. ജയിച്ചു. നമ്മളങ്ങനെ സാസ്കനെ ഡിഫീറ്റ് ചെയ്തിരിക്കുന്നു. അടുത്തത് നമ്മൾ എന്തായാലും ചെയ്യാൻ പോകുന്നത് നോക്കട്ടെ, ആരെങ്കിലും വെച്ച് ചെയ്യാം. അടുത്ത കളി ഹാഷറാം ഇല്ലാന്ന് തോന്നുന്നു. ഹാഷറാമെ നമുക്ക് ഇതായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓ ഗൈസ് അതൊരു ബോറിംഗ് ആണ്. അപ്പോൾ ഞാൻ നറൂട്ടോ ആയിട്ടൊന്ന് കളിച്ചു നോക്കിയാല്. വേണ്ട. ഇറ്റാച്ചി അറിയാതെ സെലക്ട് ചെയ്ത് ഗൈസ്. ഇപ്പൊ ഹാഷിറാമനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട്. ഇറ്റാച്ചിയുടെ ഇറ്റാച്ചി അറിയാതെ സെലക്ട് ചെയ്തു. ഇപ്പൊ ഹാഷിറാമനെ ഇങ്ങനല്ല ബാക്ക് അടിക്കാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട്. ബാക്ക് അടിച്ച് ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് അങ്ങനെ ഒന്ന് കളിച്ചു നോക്കിയാലും. ബാക്ക് അടിക്കുക, അതാണ് നല്ലത്. എന്റെ ഹാഷിറാമനെയും ഇറ്റാച്ചിനെയും ആയിട്ട് നമ്മൾ കളിച്ചിട്ടുള്ളതാന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ടീം 7 ആയിട്ട് നോക്കാം. ടീം 7 നാറൂട്ടോ സാക്കുറ വേണ്ട. ടീം 7 അല്ലെങ്കിൽ വേണ്ട. ടീം 7 രണ്ടുപേര് മതി. നാറൂട്ടോ സാസുക്കെ ജിറായ, ഇത്തരം പേര് മതി. നാറൂട്ടോ സാസുക്കെ ജിറായ. ഇനി നമുക്കൊരു ചെറിയ ടീമിനെ ഉണ്ടാക്കാം. നെജി റോഗ്ലി ടെൻഡൻ. ഇത്രയും പേരാണ് നമ്മൾ നമ്മൾ ഡിഫീറ്റ് ചെയ്യാൻ പോകുന്നത്. സിമ്പിളായി നമുക്ക് ജൂനിയർ എക്സാം മതി. ജൂനിയർ എക്സാം ഗ്രൗണ്ട് മതി. അപ്പൊ അവിടെ വെച്ച് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്നു. മറ്റേ നറൂട്ടോ അടി കൂടെ വന്ന് നെജീനെ ഇടിച്ചിടുന്നൊരു സീനുണ്ട് നമ്മുടെ നറൂട്ടോ ജൂനിയർ എക്സാം ആർക്കിന്റെ അകത്ത്. നറൂട്ടോ സബ്സ്റ്റിറ്റ്യൂഷൻ ജിറ്റ്സു ഒക്കെ വെച്ച് ബ്ലേഡ് ഒക്കെ വെച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ ബ്ലേഡ് ജിറ്റ്സു ഒക്കെ വെച്ച് അടിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് റോഗ്ലി വരുന്നുണ്ട്. പവർ ഗൈസ് മാസ് തന്നെ. സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. ഞാൻ ബ്ലോക്ക് ചെയ്യുന്ന ഗൈസ്. ഇവന്റെ ടോപ്പ് സീക്രട്ട് ജിറ്റ്സു അല്ല. സൂപ്പർ മൾട്ടി ഷാഡോ ക്ലോൺ ജിറ്റ്സു. ഇത് എന്തുവാടാ? കയറി കെട്ടി തൂക്കി താഴെ അടിക്കാത്ത സിമോനെ. മാസ് മൾട്ടി ഷാഡോ ക്ലോൺ ജിറ്റ്സു ആയിരുന്നു. മാസ്.
ജിറായ സൗണ്ടൊക്കെ ചെയ്യുന്നു ഗൈസ്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് കിട്ടുമോന്ന് അറിയത്തില്ല. അതിൻ്റെ അകത്ത് കൊറേ കിട്ടും. നമുക്ക് നോക്കാം. ഓ മാസ്, ഓ പവർ, സൂപ്പർ. അടിച്ചു നോക്കാം. ഓ ഇവനങ്ങ് ബ്ലോക്ക് ചെയ്യുക ഗൈസ്. എന്നാലും അവന്റെ ഹെൽത്ത് തീരാറായി. ഓ അവന്റെ ടോപ്പ് സീക്രട്ട് ജിറ്റ്സു, അവന്റെ മെയിൻ ജിറ്റ്സു ഇതിന്റെ അകത്തത്. അപ്പോൾ പിന്നെയും കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കുറെ തവണ ചെയ്യാൻ നോക്കാം. ഓ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ നോക്കാം. സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മള് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാതെ വേറെ വഴിയില്ല. ഇപ്പൊ ഹെൽത്ത് ഓ മൾട്ടി ഷാഡോ ക്ലോൺ ചെയ്തു മോനെ ചത്ത്. നെജി ഈസ് കുക്ക്ഡ് ഗൈസ്. നെജി ചത്തന്നിട്ടും വെച്ച് കൊല്ലുക. താണ്ട പോണ്. ചത്ത്. ഹോ അങ്ങനെ നമ്മുടെ ടീം സാസ്കെ, നാറൂട്ടോ, ജിറായ ഓ സൂപ്പർ കളി എന്ന് വെച്ചാൽ സൂപ്പർ കളിയായി. ഇതിന്റെ അടുത്ത പാട്ട് വേണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് മരുന്നിടം വരെ ബൈ.